നമുക്ക് ഇ ഫയലിംഗ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഇൻകം ടാക്സ് ഇന്ത്യ efiling.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ലോഗിൻ ഹിയർ എന്ന ബട്ടണിൽ അമർത്തുക. യൂസർ ഐ ഡി എന്നത് നമ്മുടെ പാൻ നമ്പർ തന്നെയായിരിക്കും. പാസ്വേഡ് നൽകുക. താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ലോഗിൻ എന്ന ബട്ടണിൽ അമർത്തുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇ ഫയലിംഗ് ചെയ്യുന്നതിന് രണ്ട് ലിങ്കുകളുണ്ട്. ഒന്ന് ഇ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന ഡാഷ്ബോർഡിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇ ഫയൽ മെനുവിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ വർഷം അടച്ചിട്ടുള്ള ടാക്സ് ക്രെഡിറ്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ വല്ല ഇൻകവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നോക്കി അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മൈ അക്കൗണ്ട് എന്നതിൽ പോയി വ്യൂ ഫോം 26AS എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രേസസ് വെബ്സൈറ്റിൽ എത്തിച്ചേരും. ഐ അഗ്രി എന്നത് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ അമർത്തുക. അതിന് താഴെ വ്യൂ ടാക്സ് ക്രെഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അസസ്മെന്റ് ഇയർ ആണ് ചോദിക്കുന്നത്. അവിടെ 2020-21 നൽകേണ്ടത്. 2019-20 സാമ്പത്തിക വർഷത്തിന്റെ അസസ്മെന്റ് ഇയർ 2020-21. വ്യൂ ആസ് എന്നതിന് നേരെ HTML എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ ഓർ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ താഴെ നമ്മുടെ ടാക്സ് വിവരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് ഇത് എക്സ്പോർട്ട് ആസ് PDF എന്ന ബട്ടണിൽ അമർത്തി PDF ആക്കി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സേവ് ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് നോക്കാം. ഇതാണ് 26AS എന്ന ഫോം. ഇതിൽ 2019-20 സാമ്പത്തിക വർഷം നമ്മുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കിയ ടാക്സുകൾ കാണാനുണ്ട്. അത് കൂടാതെ മറ്റൊരു ചെറിയ നിക്ഷേപത്തിൽ നിന്ന് അല്പം വരുമാനം ഇവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് 21 രൂപ സോഴ്സിൽ ടാക്സ് പിടിച്ചിട്ടുമുണ്ട്. അഥവാ 420 രൂപയാണ് ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 5% 21 രൂപ ഇവിടെ ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ വരുമാനം 5 ലക്ഷത്തിൽ കൂടുതലായതുകൊണ്ട് 20% ടാക്സ് നിരക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന 15% ഇപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ 26AS എടുത്ത് നോക്കണം എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ 2019-20 അസസ്മെന്റ് ഇയറിൽ ടാക്സ് റീഫണ്ട് ഉണ്ടായിരുന്നു. 2460 രൂപ ടാക്സ് റീഫണ്ട് ഉണ്ടായിരുന്നു. അതിനും ഇൻട്രസ്റ്റ് ആയിട്ട് 36 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മുടെ ഇൻകമായിട്ട് നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ കാണിക്കണം. ഇതൊന്നും കാണിക്കാതെ നമുക്ക് ഈ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോട്ടീസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 26AS എടുത്തു നോക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ഫയലിംഗ് നടത്തുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫയലിംഗ് ഫോം ഫില്ല് ചെയ്ത് തുടങ്ങാം. ഈ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
അസസ്മെന്റ് ഇയർ 2020-21, ITR ഫോം ITR 1, ഒറിജിനൽ ഓർ റിവൈസ്ഡ് റിട്ടേൺ, സബ്മിഷൻ മോഡ് പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ. ഇവിടെ ഈ അസസ്മെന്റ് ഇയർ പലർക്കും തെറ്റിപ്പോകാറുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2019-20 അസസ്മെന്റ് ഇയർ 2020-21 ശ്രദ്ധിക്കുക. ഇനി താഴെ പ്രീവാലിഡേറ്റ് ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ റീഫണ്ടിനും മറ്റും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ടിക്ക് രേഖപ്പെടുത്തി കണ്ടിന്യൂ ബട്ടൺ അമർത്തും. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ആദ്യം പറയുന്നത് XML ഫയലായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന രീതികളാണ്. അത് നമുക്ക് ആവശ്യമില്ല. അതിന് താഴെ ഒരു ചെക്ക് ബോക്സ് കാണാം. അതായത് അതിൽ പറയുന്നത് ഇതിൽ ഒട്ടുമിക്ക വിവരങ്ങളും ഫോമിൽ ഓൾറെഡി ഫില്ല് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും EDS ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഇതിലേക്ക് പ്രീഫിൽ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ പ്രീഫിൽ ചെയ്ത് വരുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊള്ളാം എന്നാണ് ഇവിടെ ഈ എഗ്രിമെന്റിന്റെ ഉദ്ദേശം. കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഈ ഫോം ഒരുപാട് ടാബുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ടാബിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നമ്മൾ അതാത് സമയത്ത് പറയുന്നതാണ്. രണ്ടാമത്തെ ടാബ് പാർട്ട് എ ജനറൽ ഇൻഫർമേഷൻ. ഇവിടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളാണ് കാണിക്കുന്നത്. അത് നേരത്തെ നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ സ്വമേധയാ ഇവിടെ പ്രത്യക്ഷപ്പെടും. മാറ്റമുള്ള വിവരങ്ങൾ മാത്രം മാറ്റി നൽകിയാൽ മതി. അതിനുശേഷം നാച്ചർ ഓഫ് പേയ്മെന്റ് എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഏതാ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെലക്ട് ചെയ്തു. പിന്നെ ഫൈൽഡ് അണ്ടർ സെക്ഷൻ ഓർ ഫൈൽഡ് ഇൻ റെസ്പോൺസ് ടു നോട്ടീസ്. ഒരിക്കൽ നോട്ടീസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലാണ് ഇത് ടിക്ക് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നോർമലി ഫൈൽഡ് അണ്ടർ സെക്ഷൻ. എന്നിട്ട് നോർമൽ ആദ്യമായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ on 39/1 ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ് എടുക്കേണ്ടത്. ഇനി ഈ താഴെ കൊടുത്തിട്ടുള്ള സെക്ഷൻ ഈ വർഷം പുതുതായി ഉൾക്കൊള്ളിച്ച ഒന്നാണ്. ഇത് നമ്മൾ സാധാരണക്കാരെ ബാധിക്കില്ല എങ്കിലും എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. 7th പ്രൊവിഷ്യോ ടു സെക്ഷൻ 139(1) എന്ന് പറയുന്നത് ആകെ വരുമാനം ടാക്സബിൾ ലിമിറ്റിൽ താഴെയാണെങ്കിൽ പോലും, അഥവാ 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ചില ആളുകൾ റിട്ടേൺ സമർപ്പിക്കുന്നത് നിർബന്ധമായിട്ടുണ്ട്. അത്തരക്കാർക്കാണ് ഇത് ബാധകമായിട്ടുള്ളൂ. അങ്ങനെയുള്ളവർ അത് യെസ് എന്ന് നൽകുക. അവിടെ 3 വിഭാഗം ആളുകളാണ്. ഒന്ന്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1 കോടിയിലധികം രൂപ കറണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവർ അത് യെസ് എന്ന് സെലക്ട് ചെയ്യുകയും എത്ര രൂപ നിക്ഷേപിച്ചു എന്നുള്ളത് താഴെ നൽകുകയും വേണം. രണ്ടാമത്തെ വിഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ലക്ഷമോ അതിലധികമോ ചെലവഴിച്ചിട്ടുള്ള ആളുകൾ. അവരും ഇവിടെ യെസ് എന്ന് നൽകി താഴെ ചെലവഴിച്ച തുക നൽകണം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷത്തിലധികം രൂപ ഇലക്ട്രിസിറ്റി ചാർജ് ആയി നൽകിയവർ. ഈ 3 വിഭാഗം ആളുകൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. നമ്മൾ സാധാരണക്കാർക്ക് അത് വേണ്ടി വരില്ല. അതുകൊണ്ട് നോ എന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഏറ്റവും താഴെ റിവൈസ്ഡ് റിട്ടേൺ ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ അല്ല, ഇനി എന്തെങ്കിലും തകരാറുകളോ മറ്റോ സംഭവിച്ച് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്തതിന്റെ റെസിപ്റ്റ് നമ്പറും അതിന്റെ ഡേറ്റും ഇവിടെ കൊടുക്കുക. പിന്നെ വല്ല നോട്ടീസും വന്നതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ നോട്ടീസിന്റെ നമ്പർ, അതിന്റെ ഡേറ്റ് ഒക്കെ നൽകുക. ഇത്രയും ഭാഗങ്ങൾ തൽക്കാലം നമുക്ക് ആവശ്യമുള്ളതല്ല. നിശ്ചിത ഇടവേളകളിൽ ഈ സേവ് ഡ്രാഫ്റ്റ് എന്ന ബട്ടൺ അമർത്തി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്യണം. അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ലോഗൌട്ട് ആയി പോയാൽ
നമ്മൾ ഇതുവരെ ചെയ്ത ഡാറ്റ നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ടാബിലേക്ക് പോവാൻ ഒന്നുകിൽ ഈ ആരോ അമർത്തുക, അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാബ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ്. ഈ വിൻഡോയിലെ മിക്ക വിവരങ്ങളും ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്ന് സ്വമേധയാ ഫില്ല് ചെയ്ത് വരുന്നതാണ്. TDS ചെയ്ത് അത് പ്രോസസ്സിംഗ് കഴിഞ്ഞ് അല്പ ദിവസത്തിനകം നോക്കിയാൽ ഇത് എല്ലാം ഫില്ല് ചെയ്ത് വരുന്നതാണ്. തൽക്കാലം ഇവിടെ ഇത് ഫില്ല് ആയിട്ടില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കാണിച്ചു പോകുന്നതിന് എനിക്ക് ഫില്ല് ചെയ്യാത്തൊരു ബ്ലാങ്ക് ഫോമാണ് അനുയോജ്യം. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഫോമിൽ തുകകൾ ഫില്ല് ചെയ്ത് കാണാം. അത് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്, അതിന് കുഴപ്പമില്ല. ഇനി ആദ്യത്തെ ഹെഡിങ് നോക്കുക, ഗ്രോസ് സാലറി എന്നാണ്. അതിന് നേരെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധ്യമല്ല. അത് എന്ന് പറയുന്നത് അതിന് താഴെ നൽകിയ 3 കോളങ്ങളുടെ ടോട്ടലാണ്. ഈ താഴെ 3 കോളങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ടോട്ടൽ ചെയ്ത് മുകളിലത്തെ കോളത്തിൽ വരുന്നതാണ്. അതിൽ ആദ്യം ചോദിക്കുന്നത് സാലറി ആസ് പെർ സെക്ഷൻ 17(1). ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ച ഗ്രോസ് സാലറിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും ആദ്യം കാണുന്ന എമൗണ്ട് അതേപടി ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ മുകളിൽ ആ തുക വന്നു. ഇനി അതിന് താഴെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അതില്ല, 0 തന്നെ കിടക്കട്ടെ. പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറി അതും ഇല്ല. അപ്പോൾ സാലറി ആയി. അടുത്തത് ലെസ് അലവൻസസ് ടു ദി എക്സ്റ്റെൻറ്റ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10. കിഴിവായിട്ട് അനുവദിക്കുന്ന അലവൻസുകൾ. ഇവിടെ പലതരത്തിലുള്ള അലവൻസുകൾ കാണുന്നുണ്ട്. മുകളിലെ ഇംഗത്തിൽ പെട്ടതും എന്നാൽ കിഴിവായിട്ട് അനുവദിക്കപ്പെടുന്നതുമായിട്ടുള്ള അലവൻസുകളാണ് ഇവിടെ കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് HRAയുടെ കിഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ 13A എന്നത് സെലക്ട് ചെയ്യുക. HRAയുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ, ക്ലെയിം കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കാണിക്കുക. വീണ്ടും മറ്റൊരു അലവൻസ് കൂടി ചേർക്കണമെങ്കിൽ താഴെ കാണുന്ന ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ട അലവൻസുകൾ ചേർക്കുക. പലതരത്തിലുണ്ട്, നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ സെക്ഷൻ 1014(2) പ്രിസ്ക്രൈബ്ഡ് അലവൻസസ് ഓർ ബെനിഫിറ്റ്സ് ഗ്രാൻഡഡ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ്. അതിൽ ഹിൽ ട്രാക്ക് അലവൻസ് തുടങ്ങിയ അലവൻസുകളൊക്കെ ഇതിലാണ് വരുന്നത്. അങ്ങനെ എത്ര നിരകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ തൽക്കാലം അത്തരം ഐറ്റങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെറ്റ് സാലറി ഇവിടെ സ്വമേധയാ വന്നു. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ, അഥവാ ഇതിന് താഴെ കാണുന്ന ABC ഈ 3 കോളങ്ങളുടെ ടോട്ടലാണ് ഇവിടെ ആദ്യം കാണുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 16IA, അതിവിടെ സ്വമേധയാ വന്നിട്ടുണ്ട്, 50,000 രൂപ. എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ടെങ്കിൽ 16(2)ൽ കാണിക്കുക. പ്രൊഫഷണൽ ടാക്സ് 16(3)ൽ കാണിക്കുക. ഓക്കെ, 2,500 രൂപ പ്രൊഫഷണൽ ടാക്സ് കാണിച്ചു. അപ്പോൾ ഇവിടെ ആ ഡിഡക്ഷൻ സെക്ഷൻ 16ലുള്ള ടോട്ടൽ ഡിഡക്ഷൻ 52,500 വന്നു. ഓക്കെ, ഇനി മുകളിൽ കാണിച്ച ഗ്രോസ് സാലറിയിൽ നിന്ന് അലവൻസുകളും ഈ ഡിഡക്ഷനുകളും ഒക്കെ കഴിച്ച് ബാക്കിയുള്ളത് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഹൗസിംഗ് ലോൺ എടുത്തവരുടെ കാര്യമാണ്. ഒരു വീട് മാത്രം ലോൺ എടുത്ത് നിർമ്മിച്ച ആളുകൾക്കാണ് ITR 1 ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ വീടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ
ITR 1-ൽ ITR 2-ലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് കോളങ്ങൾ ഡിസേബിൾ ആയിരിക്കും. നമ്മൾ നൽകേണ്ടത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ എന്നതിന് നേരെ നമ്മൾ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാണിക്കേണ്ടത്. ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ മൈനസ് ഫിഗർ ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൈനസ് അല്ല, പ്ലസ് ആയിട്ട് തന്നെ കാണിക്കേണ്ടത്. അപ്പോൾ അത് താഴെ ലോസ് ആയിട്ട് വരികയും ചെയ്യുന്നു. ഇനി അടുത്തത് അരിയേഴ്സ് ഓർ അൺറിയലൈസ്ഡ് റെന്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ലെസ് 30%. ഇപ്പോൾ നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും ഒരു പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ചിലപ്പം വാടകക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അന്ന് കിട്ടാനുണ്ടായിരുന്ന വാടക വല്ലതും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിയറായിട്ടോ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള വാടകയോ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയതിൽ നിന്ന് 30% കുറച്ച് ബാക്കി നമ്മൾ ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കണമെന്നാണ്. അഥവാ നമ്മൾ വാടകയ്ക്ക് നൽകിയിരുന്ന കാലയളവിലെ കിട്ടാനുണ്ടായിരുന്ന ഒരു 20,000 രൂപ ഇപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 30% അഥവാ 6,000 കുറച്ച് ബാക്കി 14,000 രൂപ ഇവിടെ കാണിക്കണം. അത് നമ്മുടെ ഇൻകം ആയിട്ട് കണക്കാക്കുകയും അത് ഈ ലോസിൽ നിന്ന് കുറക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ള ലോസ് ഈ തുകക്കനുസരിച്ച് ഇവിടെ കുറഞ്ഞു കാണും. ഓക്കെ, അത് ഒഴിവാക്കുന്നു. അടുത്തതായി ഇൻകം ഫ്രം അതർ സോഴ്സസ്. ശമ്പള വരുമാനം കൂടാതെ മറ്റുള്ള വരുമാനങ്ങൾ കാണിക്കുന്നതിനാണ് ഈ സെക്ഷൻ. അതിൽ ഈ കോംബോ ബോക്സിൽ ആദ്യം കാണുന്നത് ഇൻട്രസ്റ്റ് ഫ്രം സേവിംഗ് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും കിട്ടിയ പലിശ ഇവിടെ കാണിക്കുക. SB അക്കൗണ്ടുകളിൽ നിന്നും കിട്ടിയ പലിശക്ക് 80 TTA എന്ന വകുപ്പ് പ്രകാരം 10,000 രൂപ വരെ ഇളവ് അനുവദിക്കുന്നതാണ്. അത് ഡിഡക്ഷൻ എന്ന ഭാഗത്ത് കാണിക്കാം. ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മൊത്തം ഇൻട്രസ്റ്റ് ഇവിടെ ഇൻകമായിട്ട് കാണിക്കുക. രണ്ടാമത് ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അത് മുഴുവനായിട്ടും ടാക്സബിൾ ആണ്. അതിന് യാതൊരു തരത്തിലുള്ള ഇളവുകളും ഇല്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്. നമുക്ക് മുൻ വർഷങ്ങളിൽ അധികം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നു. അത് ലഭിക്കുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുന്ന കാലയളവ് വരെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് അനുവദിക്കുന്നു. ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അതാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട് എന്ന സെക്ഷനിൽ കാണിക്കേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധികം അടച്ച ടാക്സ് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്, ഒരു 2,460 രൂപ. അതിൻ്റെ മുകളിൽ ഒരു 36 രൂപ ഇൻട്രസ്റ്റും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് ആയിട്ട് അനുവദിക്കപ്പെട്ട തുകയാണ് നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. ഇൻകം ടാക്സ് റീഫണ്ട് എന്നുള്ളത് നമ്മുടെ ഇൻകം അല്ല, അത് മാറിപ്പോകരുത്. ഇൻട്രസ്റ്റ് ആയിട്ട് അനുവദിക്കപ്പെട്ട ഈ ചെറിയ തുക, അതാണ് നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ചെറിയ തുക നമ്മളിവിടെ കാണിച്ചു. ഇത് ചെറിയ തുകയാണെങ്കിൽ പോലും ഇത് അവഗണിച്ച് മുന്നോട്ട് പോകരുത്. അവഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചെറിയ തുകക്ക് വേണ്ടിയും നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് അയക്കുന്നതാണ്. ഇനി മറ്റൊരു ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആഡ് എന്ന ബട്ടൺ ഉപയോഗിച്ച് പുതിയ റോ ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്തതാണ് ഫാമിലി പെൻഷൻ. നമുക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ലഭിക്കുന്ന തുക മുഴുവനും ഇവിടെ ഇൻകമായിട്ട് കാണിക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 57 എന്നുള്ള കോളത്തിന് നേരെ ഈ
ഫാമിലി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനുവദിക്കുന്ന കിഴിവുകളാണ് കാണിക്കേണ്ടത്. അതായത് ഒന്നുകിൽ 15,000 രൂപ, അതല്ലെങ്കിൽ കിട്ടിയ ഫാമിലി പെൻഷന്റെ 1/3, 1/3. ഇതിൽ ഏതാണോ ചെറുത് അത് നമുക്കിവിടെ കിഴിവ് ചെയ്യാം. ഇവിടെ 60,000 രൂപ കിട്ടി എങ്കിൽ അതിന്റെ 1/3 20,000 രൂപ വരും. അത് കുറക്കാൻ സാധ്യമല്ല. പരമാവധി 15,000 രൂപ നമുക്ക് കുറക്കാം. ഇനി ഇവിടെ 30,000 രൂപയാണ് കിട്ടിയതെങ്കിൽ 30,000ത്തിന്റെ 1/3 10,000 ആണ് കുറക്കേണ്ടത്. പക്ഷെ 10,000 കുറക്കുന്ന സമയത്ത് അത് സ്വീകരിക്കുന്നില്ല. 1 രൂപ കുറച്ച് 9,999 രൂപ കൊടുക്കുമ്പോഴാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി പെൻഷൻ ഇല്ലാത്തത് കാരണം അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് എനി അതർ ഇൻകം. ഇത് കൂടാതെ മറ്റു വല്ല ഇൻകങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകണം. അത് നൽകിയതിന് ശേഷം വരുന്ന ഇൻകം ഇവിടെ കാണിക്കണം. ഇവിടെ E26A അങ്ങനെയുള്ള ഒരു ഇൻകം വന്നിട്ടുണ്ട്. ഇവിടെ ഈ ആദ്യം കാണുന്ന 420 രൂപ നിക്ഷേപത്തിൽ നിന്നും ലഭിച്ച ഇൻട്രസ്റ്റ് ആണ്. അത് നമ്മൾ എനി അതർ എന്നുള്ളതിൽ ഇൻകമായിട്ട് കാണിക്കണം. അതിൻ്റെ മുകളിൽ 21 രൂപ നികുതി പിടിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 420 രൂപ എനി അതർ എന്നുള്ളതിൽ കാണിക്കുക. അടുത്തത് B4 എന്ന സെക്ഷനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ലഭിക്കുന്നു. മൊത്തം വരുമാനത്തിൽ നിന്നും ഡിഡക്ഷൻ കഴിച്ച് ബാക്കിയുള്ള തുക ഇവിടെ ലഭിക്കുന്നു. അടുത്തത് പാർട്ട് സി, വ്യത്യസ്ത തരത്തിലുള്ള ഡിഡക്ഷനുകളാണ്. സാധാരണഗതിയിൽ ഓരോ സാമ്പത്തിക വർഷത്തിലും മാർച്ച് 31 മുമ്പേ നടത്തുന്ന നിക്ഷേപങ്ങളാണ് നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കാറ്. എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം അഥവാ COVID-19 ഭാഗമായിട്ടുണ്ടായ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് 31 ശേഷം ജൂൺ 30 വരെയുള്ള കാലയളവിലും നിക്ഷേപിച്ച തുകകൾ വേണമെങ്കിൽ നമുക്ക് 2019-20 സാമ്പത്തിക വർഷത്തിലെ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം എന്ന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജൂൺ 30 വരെ നടത്തിയ ഡിഡക്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നീട്ടിയ കാലയളവിലേക്കുള്ള ഡിഡക്ഷനുകൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ ഈ കോംബോ ബോക്സിൽ സൂചിപ്പിക്കേണ്ടത്. അത് ഇപ്പോൾ ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത്. ഡിഡക്ഷനുകളിൽ ഏതെങ്കിലും തുക എൻ്റർ ചെയ്താൽ മാത്രമേ അത് എനാബിൾ ആയി തീരുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വല്ല ഡിഡക്ഷനുകളും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്താൽ മതി. ആദ്യത്തെ ഡിഡക്ഷൻ ATC, ലൈഫ് ഇൻഷുറൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, GIS, SLI അങ്ങനെയുള്ള വിവിധ തരങ്ങളിലുള്ള ഡിഡക്ഷനുകളാണ് ATC എന്ന വകുപ്പിൽ വരുന്നത്. അതിൽ പരമാവധി 1,50,000 രൂപ വരെ നമുക്ക് കാണിക്കാം. അടുത്തതായിട്ട് ATCCC, പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിച്ച തുക ഡിഡക്ഷനായിട്ട് കാണിക്കാം. പിന്നീട് അടുത്തതായി ATCCD1, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, അഥവാ നമ്മൾ NPSലേക്ക് നിക്ഷേപിച്ച തുക ഇവിടെ ഡിഡക്ഷനായിട്ട് കാണിക്കാവുന്നു. അപ്പോൾ 3 ഡിഡക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്: ATC, ATCCC, ATCCD1. ഇനി മറ്റൊരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, ATCCE എന്ന വകുപ്പ് പ്രകാരം ATC, ATCCC, ATCCD1 എന്നീ 3 വകുപ്പുകളിലും കൂടി ആകെ നിക്ഷേപിക്കാവുന്ന തുക 1.5 ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ATC പ്രകാരം നമ്മൾ നിക്ഷേപിക്കുന്ന തുക
ഇവിടെ 1,54,997 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ 1,50,000 രൂപ മാത്രമേ ഡിഡക്ഷനായിട്ട് പരിഗണിച്ചിട്ടുള്ളൂ. മാത്രമല്ല 80CCD1, 80CCC എന്ന വകുപ്പുകളിൽ 0 അപ്പോൾ അതിന്റെ അർത്ഥം ഇത് മുഴുവനായിട്ടും 80Cയുടെ ഡിഡക്ഷൻ ആണെന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ 1,54,997 രൂപ കാണിച്ചാലും ഇപ്പുറത്ത് 1,50,000 രൂപയെ എടുക്കുകയുള്ളൂ. ഇനി മറ്റു 2 സെക്ഷനുകളിലും എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. കാരണം ഓൾറെഡി അത് ഓവറോൾ ലിമിറ്റ് എത്തിക്കഴിഞ്ഞു. ഓവറോൾ ലിമിറ്റ് ആയിട്ടുള്ള 1,50,000 എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം. ഇവിടെ 80CCE എന്ന വകുപ്പ് 1,50,000 എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ 80CCD1 എന്ന വകുപ്പിൽ 18,000 രൂപയും കാണുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ആരും നേരെ ഈ 1,50,000 കൊണ്ടുപോയി 80Cയുടെ കോളത്തിൽ കാണിക്കരുത്. കാരണം 18,000 രൂപ 80CCD1 എന്ന സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് $1,50,000 നിന്ന് 18,000 കുറച്ച് ബാക്കി 1,32,000 മാത്രമേ 80C എന്ന വകുപ്പിൽ കാണിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള 18,000 80CCD1 എന്നതിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഓവറോൾ ലിമിറ്റിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അടുത്തത് 80CCD1B. ഇത് മുകളിൽ പറഞ്ഞ 80CCD1 കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീമിന് പുറമെ വേണമെങ്കിൽ നമുക്ക് 50,000 രൂപ വരെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ആയി ക്ലെയിം ചെയ്യാവുന്നതാണ്. മാത്രമല്ല 80CCD1ൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത തുക നമുക്ക് വേണമെങ്കിൽ 80CCD1Bയിൽ പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഉള്ള അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു NPS ആണ് ഈ കോളത്തിൽ നൽകേണ്ടത്. 80CCD2 കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ബൈ എംപ്ലോയർ. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു നിശ്ചിത തുക ഗവൺമെന്റും നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് കാണിക്കുന്നതിനാണ് 80CCD2. പക്ഷേ അത് ഇവിടെ കാണിക്കണമെങ്കിൽ അത് ആദ്യം നമ്മൾ ഇൻകത്തിന്റെ കൂട്ടത്തിലും കാണിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ബൈ എംപ്ലോയർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് 80CCD2 എന്നതിൽ കാണിക്കാൻ പാടുള്ളൂ. അടുത്തത് 80D ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഇത് നേരിട്ട് ഇവിടെ എൻറ്റർ ചെയ്യാൻ സാധ്യമല്ല. ഈ 2 കോളങ്ങളും ഡിസേബിൾ ആയിരിക്കും. ഈ വർഷം മുതൽ 80D എന്ന സെക്ഷനിലുള്ള ഡിഡക്ഷൻ കാണിക്കുന്നതിന് വേണ്ടി ഷെഡ്യൂൾ 80D എന്നൊരു പ്രത്യേക ടാബ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലെ ഡാറ്റ ഫില്ല് ചെയ്യുന്നത് അല്പം സങ്കീർണമാണ്. ഈ വർഷം മുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെ 2 സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് രക്ഷിതാക്കളെ ഒഴികെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനുള്ള ഡിഡക്ഷനും, രണ്ടാമത് നമ്മുടെ പാരൻസിന് അഥവാ രക്ഷിതാക്കൾക്ക് മാത്രമുള്ള ഡിഡക്ഷൻ കാണിക്കാൻ വേണ്ടി മറ്റൊരു സെക്ഷനും. 80Dയിലെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പരമാവധി 50,000 രൂപ വരെ നമുക്ക് കിഴിവായിട്ട് കാണിക്കാം. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ 25,000 രൂപ വരെ നമുക്ക് കിഴിവായിട്ട് കാണിക്കാം. അപ്പോൾ അതൊക്കെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വിപുലമായിട്ടുള്ള ഒരു സെക്ഷൻ അതിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ആദ്യം
നമ്മുടെ പാരൻസ് ഒഴികെയുള്ള ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പോളിസികളാണ് ഇവിടെ കാണിക്കേണ്ടത്. അവിടെ ആദ്യം ചോദിക്കുന്നത് ഇതിൽ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആയിട്ടുണ്ടോ എന്ന്, അഥവാ നമ്മളോ നമ്മളുടെ സ്പൗസോ ഇവരിൽ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആയിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അവിടെ നോ എന്ന് സെലക്ട് ചെയ്താൽ താഴെ 2 കോളങ്ങൾ മാത്രമാണ് എനാബിൾ ആയി തീരുന്നത്. ഇതിൻ്റെ ഓവറോൾ ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നത് 25,000 രൂപയാണ്. കാരണം സീനിയർ സിറ്റിസൺ നോ എന്ന് നൽകിയിട്ടുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് ഞാൻ ഒരു 22,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പിന്നെ രണ്ടാമത്തെ സെഷൻ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പ്. അതിൽ നമുക്ക് പരമാവധി 5,000 രൂപ വരെ കാണിക്കാവുന്നതാണ്. ഈ 5,000 എന്ന് പറയുന്നത് 2 വിഭാഗങ്ങളും കൂടിയാണ്, അഥവാ നമുക്കും രക്ഷിതാക്കൾക്കും കൂടി ഉള്ള കിഴിവാണ് ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പിന് 5,000 രൂപ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ 3,000 രൂപ കാണിക്കുകയാണെങ്കിൽ ബാക്കി 2,000 മാത്രമേ രക്ഷിതാക്കൾക്ക് ഈ വകുപ്പിൽ, അഥവാ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പിൽ ബാക്കി 2,000 രൂപ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. രണ്ടും കൂടി 5,000 രൂപ. മാത്രമല്ല ഇവിടെ ഇൻഡിവിജ്വലായിട്ട് 25,000 രൂപ എന്ന ലിമിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, ഇനി താഴെ രക്ഷിതാക്കൾക്കുള്ള ഡിഡക്ഷനാണ്. അവിടെ രക്ഷിതാക്കൾ സീനിയർ സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എസ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ താഴെ 3 ബോക്സുകൾ എനാബിൾ ആവുന്നു. അതിൽ ഓവറോൾ ലിമിറ്റ് 50,000 രൂപയാണ്. സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 50,000 രൂപയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്നതിൽ ഞാനൊരു 35,000 രൂപ കാണിക്കുന്നു. താഴെ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പിൽ പരമാവധി 5,000 രൂപ കാണിക്കാമെങ്കിലും ഓൾറെഡി നമ്മളിവിടെ 3,000 ക്ലെയിം ചെയ്തതുകൊണ്ട് ഇനി പരമാവധി 2,000 മാത്രമേ ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ എൻ്റർ ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ മുകളിൽ കൊടുത്തത് 0 ആയിട്ട് മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സീനിയർ സിറ്റിസന് മാത്രമുള്ള ഒരു വിഭാഗമാണ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. നമുക്ക് ചികിത്സക്ക് വേണ്ടി ചിലവായിട്ടുള്ള തുക ഈ വകുപ്പിൽ കാണിക്കാവുന്നതാണ്. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ചികിത്സക്ക് നമ്മൾ മെഡിക്ലെയിം പോളിസികളിൽ നിന്ന് ക്ലെയിമുകൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാൻ പാടുള്ളതല്ല. അതായത് ഡബിൾ എഫക്റ്റ് വരരുത്. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഇവിടെ കുറവ് ചെയ്യുകയും ഇൻഷുറൻസ് കമ്പനി അതേ ചെലവ് അനുവദിക്കുകയും ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്നു. അതിന് അനുവദിക്കുന്നതല്ല. ഈ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻഷുറൻസ് പോളിസികളിൽ നിന്നും അവകാശപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനെയുള്ള ചെലവുകൾ ഇവിടെ കാണിക്കാവുന്നതാണ്. അത് ഉദാഹരണത്തിന് ഞാനൊരു 6,000 രൂപ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ സീനിയർ സിറ്റിസന്റെ 43,000 മാത്രമാണ് വന്നത്. 35,000 പ്ലസ് 2,000 പ്ലസ് 6,000 അങ്ങനെ 43,000 വന്നു. ഇത് 50,000 വരെ ആകാം. ഇവിടെ 25,000 എത്തുകയും ചെയ്തു. അപ്പം 25,000 പ്ലസ് 43,000 അങ്ങനെ 68,000 രൂപ നമുക്ക് ഈ വകുപ്പിൽ ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നു. ഇനി ഇവിടെ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്ന ടാബിൽ ആ തുക സ്വമേധയാ പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നേരിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കരുത്, പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ എൻ്റർ ചെയ്തപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത തുക ഇങ്ങോട്ട് എടുക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. അങ്ങനെയുള്ള ഡിഡക്ഷനൊന്നും ഇവിടെ ഇല്ലാത്തത് കാരണം അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അടുത്തത് 80D, മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എ ഡിപ്പെൻഡന്റ് ഹൂ ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അതായത് വൈകല്യമുള്ള ആശ്രിതർക്ക് ഉള്ള ചെലവായിട്ട്
നമുക്ക് ഡിപ്പെൻഡന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണെങ്കിൽ 75,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഡിപ്പെൻഡന്റ് പേഴ്സൺ വിത്ത് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ, അഥവാ 80% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് 1,25,000 രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് 80DDB, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എ സ്പെസിഫൈഡ് ഡിസീസ്. നമുക്കോ ആശ്രിതർക്കോ ചില സ്പെസിഫൈഡ് രോഗങ്ങൾക്ക്, പ്രത്യേക തരം രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായിട്ടുള്ള തുക നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് സെൽഫ് ഓർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നമുക്ക് 40,000 രൂപ വരെ അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതിൽ സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടാണെങ്കിൽ അത് 1,00,000 വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. യെസ്, ഓക്കെ. ഇനി അടുത്തത് 80E, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഒന്നുകിൽ നമ്മുടെ അതല്ലെങ്കിൽ ആശ്രിതരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കെടുത്തിട്ടുള്ള ലോണിന്റെ പലിശ നമുക്ക് എത്ര വേണമെങ്കിലും കാണിക്കാം, അതിന് യാതൊരു പരിധിയുമില്ല. 80EE, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഇത് സാധാരണ ഹൗസിംഗ് ലോണുകളുടെ പലിശ അല്ല കാണിക്കേണ്ടത്. ഇത് 2016-17 സാമ്പത്തിക വർഷത്തിൽ എടുത്ത ലോൺ ആണെങ്കിൽ അതിനു മുകളിൽ ഒരു 50,000 രൂപ അഡീഷണൽ ആയിട്ട് ക്ലെയിം ചെയ്യാമായിരുന്നു. ആ 50,000 രൂപയാണ് ഇവിടെ കാണിക്കേണ്ടത്. അതായത് 24Bയിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന 2,00,000 പുറമെയാണ് ഈ ഒരു 50,000 രൂപ അനുവദിക്കുന്നത്. അതിന് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് കണ്ടീഷനുണ്ട്. പ്രധാനപ്പെട്ട കണ്ടീഷൻ അത് 2016-17 എടുത്ത ലോൺ ആയിരിക്കണം. അടുത്തതായി 80EEA, ഇത് ഈ വർഷത്തെ ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പുതിയ വകുപ്പാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഹൗസ് ഫോർ ഓൾ 2022 എന്ന പദ്ധതി. 2022 എല്ലാവർക്കും ഭവനം എന്ന പദ്ധതി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ വീടുകൾ വാങ്ങിക്കുന്നതിനുള്ള ലോണിന്റെ പലിശ 1,50,000 വരെ അഡീഷണൽ ആയിട്ട് കിഴിവായിട്ട് നൽകുന്നതാണ്. ചെറിയ ഭവനങ്ങൾ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ 645 സ്ക്വയർ ഫീറ്റ്, മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ 986 സ്ക്വയർ ഫീറ്റ്, അത്രയും സ്ക്വയർ ഫീറ്റുകളിൽ താഴെയുള്ള വീടുകളെയാണ് അഫോർഡബിൾ ഹൗസുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൗസുകൾക്ക് ലഭിക്കുന്നതാണ് ഈ ഡിഡക്ഷൻ. മറ്റൊരു പുതിയ സെക്ഷന് കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, 80EEB. ഇത് പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് വെഹിക്കിളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നതിനെടുത്ത ലോണിന്റെ പലിശ 1,50,000 വരെ കിഴിവായിട്ട് അനുവദിക്കുന്നതാണ്. അതാണ് ഈ സെക്ഷനിൽ കാണിക്കേണ്ടത്. അത് 2 വീലറോ 3 വീലറോ 4 വീലറോ എന്തുമാകാം, പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കണം. 80G, ഡൊണേഷൻ ടു certain funds, charitable institutions, etc. ഇതും ഇവിടെ നേരിട്ട് ഫില്ല് ചെയ്യാൻ സാധ്യമല്ല. ഇതിന് പ്രത്യേക ടാബുകൾ തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് 80Gക്ക് പ്രത്യേകം ടാബ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നാം ഈ വിവരങ്ങൾ നൽകേണ്ടത്. ദുരിതാശ്വാസ നിധികളിലേക്കോ ധർമ്മസ്ഥാപനങ്ങളിലേക്കോ ഒക്കെ നൽകിയ തുക ഇവിടെയാണ് നാം കാണിക്കേണ്ടത്. ഉദാഹരണമായി ഗവൺമെന്റ് ഓഫ് കേരളയുടെ CMDRFലേക്ക് പണം അടക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് കാണിക്കാം. നെയിം ഓഫ് ഡോണി എന്നുള്ളിടത്ത് CMDRF, അഡ്രസ്
ഗവൺമെന്റ് ഓഫ് കേരള. സിറ്റി തിരുവനന്തപുരം. സ്റ്റേറ്റ് കേരള. പിൻകോഡ് 695001. പാന് AAGD 0584M. ഓക്കെ. അതിനുശേഷം ഡൊണേഷൻ ഇൻ ക്യാഷ് എന്നുള്ളിടത്ത് 2000 രൂപ വരെ മാത്രമേ നൽകാൻ പറ്റുകയുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ ഡൊണേഷൻ ഇൻ അതർ മോഡ് എന്നുള്ളതിലാണ് നൽകേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ തുക നേരിട്ട് ATGയുടെ കോളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഓക്കെ, തൽക്കാലം അത് ക്ലിയർ ചെയ്യുന്നു. ATGG റെന്റ് പെയ്ഡ്. ഇത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. നിങ്ങളുടെ ശമ്പളത്തിൽ HRA എന്ന ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിൽ മാത്രം ചില നിബന്ധനകൾക്ക് വിധേയമായി നമ്മൾ അടച്ച റെന്റ് കുറവ് ചെയ്യാവുന്നതാണ്. അതിനൊരുപാട് നിബന്ധനകളുണ്ട്. ചില ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നവർ അവരുടെ റെന്റ് അതല്ലെങ്കിൽ HRA ഇവിടെ എൻറ്റർ ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നു. അത് തെറ്റാണ്. HRA ലഭിക്കാത്തവർക്ക് ഉള്ളതാണ്. അതും ഒരുപാട് നിബന്ധനകൾ പാലിച്ചെങ്കിൽ മാത്രമേ ഈ ഡിഡക്ഷൻ അനുവദിക്കുകയുള്ളൂ. അടുത്തത് 80GGA, സെർട്ടൻ ഡൊണേഷൻ ഫോർ സയന്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെന്റ്. അതും നമ്മൾ 80G പറഞ്ഞ പോലെ ഇവിടെ നേരിട്ട് എൻറ്റർ ചെയ്യാൻ സാധ്യമല്ല. അതിന് പ്രത്യേക ടാബ് ഉണ്ട്, ഷെഡ്യൂൾ 80GGA. ഇവിടെയും നമ്മൾ നേരത്തെ 80Gയിൽ കാണിച്ച പോലെ വിവരങ്ങൾ എൻറ്റർ ചെയ്താൽ അത് ഡിഡക്ഷന്റെ കോളത്തിൽ സ്വമേധയാ കാണപ്പെടുന്നതാണ്. 80TTA, ഇതിനെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് അതർ ദാൻ റെസിഡന്റ് സീനിയർ സിറ്റിസൺസ്. സീനിയർ സിറ്റിസൺ അല്ലാത്ത ആളുകൾക്ക് SB അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ പലിശ 10,000 രൂപ വരെ കുറവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ അതർ ഇൻകം എന്നുള്ള കൂട്ടത്തിൽ ആ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കണം. ഒന്നുകിൽ അവിടെ കാണിച്ച ഇൻട്രസ്റ്റ്, അതല്ലെങ്കിൽ 10,000 രൂപ, ഏതാണോ കുറവ് അത് മാത്രമാണ് ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഇവിടെ കാണിക്കുന്ന ഡിഡക്ഷൻ ഒരു കാരണവശാലും അവിടെ നൽകിയ ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ടിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. അടുത്തത് 80TTB. ഇതും ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. പക്ഷെ ഇത് സീനിയർ സിറ്റിസൺ ആണെങ്കിലാണ് ഈ ഒരു വകുപ്പ് ഉപയോഗിക്കുന്നത്. അത് 50,000 രൂപ വരെ കുറവ് ചെയ്യാവുന്നതാണ്. സേവിങ്സ് ബാങ്കിൽ നിന്നുള്ള പലിശ 50,000 രൂപ വരെയാണെങ്കിൽ അത്രയും എമൗണ്ട് ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിവിടെ ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ സീനിയർ സിറ്റിസൺ അല്ലാത്തത് കൊണ്ടാണ് ഇത് സ്വമേധയാ ഡിസേബിൾ ആയി കിടക്കുന്നത്. അടുത്തത് 80U, ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അംഗവൈകല്യമുള്ള ആളുകൾക്ക് 75,000 രൂപ വരെ കുറവായിട്ട് അനുവദിക്കുന്നതാണ്. അത് വിത്ത് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 രൂപ വരെ കുറവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ടോട്ടൽ ഇൻകം ഇവിടെ കാണുന്നുണ്ട്. ഡിഡക്ഷനുകൾ കഴിച്ചിട്ടുള്ള ബാക്കി ഇൻകം ഇവിടെ കാണുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ എക്സംപ്റ്റ് ഇൻകം, അതായത് നമുക്ക് ഇൻകം ലഭിക്കുകയും എന്നാൽ അത് ടാക്സബിൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഇൻകങ്ങളാണ് ഇവിടെ കാണിക്കേണ്ടത്. അത് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ് ആണ്. പല മേഖലകളിൽ നിന്നും കിട്ടിയ വരുമാനം അത് ടാക്സബിൾ അല്ലെങ്കിൽ പോലും ഇവിടെ അതായത് ഐറ്റം സെലക്ട് ചെയ്ത് കാണിക്കാവുന്നതാണ്.
ഇനി ഏറ്റവും അവസാന ഭാഗം പാർട്ട് ഡി, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ. ഇവിടെ കൃത്യമായിട്ട് എല്ലാ ടാക്സുകളും വന്നിട്ടുണ്ടായിരിക്കും. ടാക്സ്, പിന്നെ റിബേറ്റ് എന്നത് ഇവിടെ ലഭ്യമല്ല. കാരണം റിബേറ്റ് ലഭിക്കുന്നത് ടാക്സബിൾ ഇൻകം 5 ലക്ഷത്തിൽ താഴെ വരുന്നവർക്ക് മാത്രമാണ്. ഇവിടെ അതിൽ കൂടുതലായത് കാരണം റിബേറ്റ് 0 ആണ് കാണുന്നത്. റിബേറ്റ് കുറച്ചതിന് ശേഷം വരുന്ന ടാക്സ് ആണ് ഈ കാണുന്നത്. പിന്നെ സെസ് വന്നു 4%. ടോട്ടൽ ടാക്സ് പേയബിൾ ഇൻക്ലൂഡിംഗ് സെസ് ആണ് ഇവിടെ കാണുന്നത്. അടുത്തത് റിലീഫ് അണ്ടർ സെക്ഷൻ 89. അരിയർ സാലറി ലഭിച്ചത് കാരണം നമ്മൾ ക്ലെയിം ചെയ്യുന്ന റിലീഫാണ് അണ്ടർ സെക്ഷൻ 89 വരുന്നത്. അതിനുവേണ്ടി നമ്മൾ 10E ഫോമുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. മാത്രമല്ല, അങ്ങനെ 10E റിലീഫ് ഉള്ളവർ ITR ഫോം ഫയൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇ ഫയൽ മെനുവിൽ ഇൻകം ടാക്സ് ഫോംസ് എന്ന മെനുവിൽ അതർ ഫോംസ് എടുത്ത് 10E ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ITR ഫയൽ ചെയ്ത് തുടങ്ങുക. അപ്പോൾ റിലീഫിന്റെ തുക ഇവിടെ സ്വമേധയാ വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് ചേർക്കാം, പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഡീഫോൾട്ട് നോട്ടീസ് വരുന്നതാണ്. ബാലൻസ് ടാക്സ് ആയിട്ട് 34,844 രൂപ കാണുന്നുണ്ട്. പിന്നീട് വരുന്ന ഇൻട്രസ്റ്റുകൾ നമ്മൾ സമയത്തിന് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഇൻട്രസ്റ്റുകളാണ്. ഇൻട്രസ്റ്റ് അണ്ടർ 234A-B-C, 234F എന്നൊക്കെ പറയുന്നത് നമ്മൾ യഥാർത്ഥ സമയത്തിൽ വേണ്ടത്ര ടാക്സുകൾ അടവ് ചെന്നിട്ടില്ലെങ്കിൽ വരുന്ന പലിശയാണ്. തൽക്കാലം ഇവിടെ എല്ലാം 0 ആണ്. അപ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഇവിടെ കാണുന്നത് 34,844 രൂപയാണ്. ഓക്കെ, സേവ് ഡ്രാഫ്റ്റ് ഇടക്കിടക്ക് ഉപയോഗിക്കുക. ഇനി അടുത്ത ടാബില് ടാക്സ് ഡീറ്റെയിൽസ്. ആദ്യ ഭാഗത്ത് നമ്മുടെ ശമ്പളത്തിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ച ടാക്സ് കാണാവുന്നതാണ്. അത് 34,748 രൂപ കാണുന്നുണ്ട്. അതിനുശേഷം മറ്റു സോഴ്സുകളിൽ നിന്ന് പിടിച്ച ടാക്സ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 420 രൂപ ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ആ തുകയുടെ മോൾ ആ സ്ഥാപനം പിടിച്ചിട്ടുള്ള ടാക്സ് 21 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടാബ് ടാക്സ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ. ഇവിടെ ടോട്ടൽ TDS 34,769 രൂപ കാണുന്നുണ്ട്. ഇവിടെ ടോട്ടൽ ടാക്സ് വന്നത് 34,844 രൂപയാണ്. എന്നാൽ ഇവിടെ ടാക്സ് അടവ് ചെന്നിട്ടുള്ളത് 34,769 രൂപ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാസത്തിൽ ടാക്സ് കൃത്യമായി അടച്ച് തീർത്തതാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഒരു 80 രൂപ ടാക്സ് ബാധ്യതയായിട്ട് കാണാൻ കാരണം ആ ഫെബ്രുവരി മാസത്തിലെ ടാക്സ് അടച്ചതിന് ശേഷം 2 ചെറിയ വരുമാനങ്ങൾ കൂടിച്ചേർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടാക്സ് അടക്കാൻ, ചെറിയ തുകയാണ് 80 രൂപ മാത്രമാണ് അടക്കാനുള്ളത്, എങ്കിൽ പോലും ഇത് അടക്കാതെ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇനി ഇത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഈ ടാക്സ്, ഈ 80 രൂപ ടാക്സ് നമ്മൾ അടച്ചിരിക്കണം. സേവ് ഡ്രാഫ്റ്റ് എന്ന ബട്ടൺ അമർത്തി ഇനി ഈ ടാക്സ് അടക്കാൻ നമുക്ക് ഓൺലൈനായിട്ട് സൗകര്യമുണ്ട്, അതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ അടക്കാനുള്ള തുക ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് അടക്കാൻ പോകുന്നു. കുറേ പേർക്ക് ഇതിൻ്റെ ഉപയോഗം വരുന്നതാണ്. ടാക്സ് അടക്കാനില്ലാത്തവർ അല്പസമയം ക്ഷമിക്കുക. ഈ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇ പേ ടാക്സ് എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഡാറ്റ സേവ് ചെയ്യുന്നതിന് നിർദ്ദേശിക്കുന്നു. കൺഫേം ബട്ടൺ അമർത്തുക.
ഓക്കെ, അപ്പോൾ ടാക്സ് അടക്കുന്നതിന് വേണ്ടിയുള്ള സൈറ്റിൽ എത്തിച്ചേർന്നു. NSDL വെബ്സൈറ്റിൻ്റെ ഭാഗമാണ്. അതിൽ ടാക്സ് അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് ഇൻകം ടാക്സ് അതർ ദാൻ കമ്പനീസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് 300 സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. മോഡ് ഓഫ് പേയ്മെൻറ്റ് നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഞാൻ നെറ്റ് ബാങ്കിങ് എടുക്കുന്നു. അതിൽ ബാങ്കിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. പാൻ നമ്പർ, മറ്റുള്ള ഡീറ്റെയിൽസ്, അസസ്മെന്റ് ഇയർ കാണുന്നു, അഡ്രസ്സ് കാണുന്നു. അതിനുശേഷം ടോട്ടൽ എമൗണ്ട് അവിടെ നിന്ന് സ്വമേധയാ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് നൽകുന്നു. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ അമർത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ടോട്ടൽ എമൗണ്ട് ശ്രദ്ധിക്കുക, 80 രൂപ തന്നെയാണ്. അതിനുശേഷം ഇവിടെ ഐ എഗ്രി എന്നുള്ള ബട്ടൺ ടിക്ക് ചെയ്യുക. സബ്മിറ്റ് ടു ബാങ്ക്. ഇനി നമ്മൾ ബാങ്കിൻ്റെ ഓൺലൈൻ ലോഗിൻ വിൻഡോയിൽ എത്തിച്ചേരുന്നു. ഓക്കെ, ഇൻ്റർനെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് അമർത്തുന്നു. ATM ഉള്ളവർക്ക് അത് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ. ഓക്കെ, OLTIS ഇൻകം ടാക്സ് പേയ്മെന്റ് വിൻഡോയിലാണ് എത്തിയത്. പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ടാക്സിന്റെ തുക നമ്മൾ എൻ്റർ ചെയ്ത് നൽകണം. എന്താണെങ്കിലും, ഇൻട്രസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ടാക്സ് എന്നുള്ളതിൽ ആ ടോട്ടൽ എമൗണ്ട് ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതി. കൺഫേം. അടുത്ത വിൻഡോയിൽ ഒരിക്കൽ കൂടി വിവരങ്ങൾ പരിശോധിച്ച് താഴെ കാണുന്ന കൺഫേം ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വിൻഡോ പ്രത്യക്ഷപ്പെടുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിശ്ചിത സമയത്തിന് ശേഷം പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതാണെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. SBI രാത്രി 8 മണിക്ക് ശേഷം നടത്തുന്ന പേയ്മെൻറ്റുകൾ തൊട്ടടുത്ത ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഓൺലൈൻ ബാങ്കിങ്ങിൽ പ്രവേശിക്കുക. അതിൽ ടാക്സ് എന്ന മെനുവിൽ റീപ്രിന്റ് ചലാൻ റെസിപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് പേയ്മെൻറ്റ് നടന്നത് അടുത്ത ദിവസം ആയതുകൊണ്ട് അതേ ദിവസം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഗോ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. 80 രൂപ പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ചലാൻ നമുക്ക് റെഫറൻസ് നമ്പർ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സീ ദി ചലാൻ ഡീറ്റെയിൽസ് എന്നും ഡൗൺലോഡ് ഇൻ PDF എന്നും 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഡൗൺലോഡ് അമർത്തുക. സേവ് ഫയൽ. ഓക്കെ, ചലാൻ ഡൗൺലോഡായി. ഈ ചലാനിലെ വിവരങ്ങൾ നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്നുള്ള ടാബിൽ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ടാക്സ് ഡീറ്റെയിൽസ് എന്നുള്ള ടാബിൽ വന്ന് മുകൾ ഭാഗത്ത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പിടിച്ച ടാക്സ് വന്നിട്ടുണ്ട്. അതുപോലെ അതർ സോഴ്സിൽ നിന്ന് പിടിച്ച ടാക്സ് 2ാമത്തെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. 4ാമത്തെ സെക്ഷനിൽ
ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റ്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ നേരിട്ടടച്ച ടാക്സിന്റെ വിവരങ്ങൾ നൽകുക. ആ വിവരങ്ങൾ നമുക്ക് ചെലാനിൽ നിന്നും ലഭ്യമായിരിക്കും. ഇവിടെ ആദ്യം കാണുന്നത് BSR കോഡ്. BSR കോഡ് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. BSR കോഡ് നൽകി. ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ തീയതി നൽകി. സീരിയൽ നമ്പർ ഓഫ് ചെലാൻ അത് ഈ ചെലാൻ നമ്പർ എന്ന് പറയുന്ന നമ്പറാണ്. അതും എൻ്റർ ചെയ്യുക. 00055. ഓക്കെ. ടാക്സ് പെയ്ഡ് എന്നുള്ളിടത്ത് നമ്മൾ അടച്ചിട്ടുള്ള തുക കാണിക്കുക. വീണ്ടും സേവ് ഡ്രാഫ്റ്റ് എന്ന ബട്ടണിൽ അമർത്തുന്നു. ഇനി നമുക്ക് ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ എന്നുള്ള ടാബിൽ വരാം. അപ്പോൾ നമ്മൾ നേരിട്ടടച്ച ടാക്സ് ഇവിടെ വന്നു. മാത്രമല്ല ആകെ അടച്ച ടാക്സിന്റെ തുക കൂടുകയും ചെയ്തു. ഇവിടെ നേരത്തെ എമൗണ്ട് പേയബിൾ എന്നുള്ളിടത്ത് 80 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റീഫണ്ട് ആയിട്ട് മാറി, 10 രൂപ റീഫണ്ട് ആയിട്ട് മാറി. അത് റൗണ്ടിങ്ങിന്റെ പ്രശ്നമാണ്. അത് റീഫണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി താഴെ നമ്മൾ തുടക്കത്തിൽ ഒരു ബാങ്ക് സെലക്ട് ചെയ്തിരുന്നു. ആ ബാങ്കിൽ ഇപ്പോഴും ടിക്ക് മാർക്ക് കിടക്കുന്നുണ്ട്. റീഫണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം തിരികെ വരുന്നത്. അവസാനമായി വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പേര് സ്വമേധയാ ദൃശ്യമാകുന്നു. പിന്നീട് ഇവിടെ സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്ഥലം എൻ്റർ ചെയ്യുക. തുടർന്ന് IT റിട്ടേൺ വെരിഫൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ 3 കാണാം. ആദ്യത്തെ മാർഗമാണ് ഏറ്റവും നല്ലത്. അതിൽ പറയുന്നത് ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ ചെയ്തോളാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒന്നുകിൽ ആധാർ OTP അല്ലെങ്കിൽ പ്രീ വാലിഡേറ്റ് ബാങ്ക് അക്കൗണ്ട്, പ്രീ വാലിഡേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇതിലേതെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്താൽ പിന്നെ ഇതിൻ്റെ അക്നോളജ്മെന്റ് എവിടേക്കും അയച്ചു കൊടുക്കേണ്ടതില്ല. വെരിഫൈ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇ ഫയലിംഗ് പ്രോസസ്സ് അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ ലേറ്റർ വിത്തിൻ 120 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയലിംഗ്. തൽക്കാലം ഇപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഫയലിംഗ് ചെയ്തതിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ വെരിഫൈ ചെയ്തോളാം എന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ ഐ ഡോണ്ട് വാണ്ട് ടു വെരിഫൈ. ഞാൻ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ അക്നോളജ്മെന്റ് ബാംഗ്ലൂരിലുള്ള CPC അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് സെന്ററിലേക്ക് തപാലായി അയച്ചു കൊടുത്തോളാം എന്നുള്ള ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പെട്ടെന്ന് ITR റിട്ടേൺ പ്രോസസ്സിംഗ് പൂർത്തിയാവുകയും റീഫണ്ടും മറ്റതൊക്കെ കുറച്ചും കൂടി സ്പീഡായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ, തൽക്കാലം ഞാൻ ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ വർഷം ഉൾപ്പെടുത്തിയ പുതിയ ഒരു കാര്യമുണ്ട്. ഷെഡ്യൂൾ DI. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മാർച്ച് 31 ശേഷം ജൂൺ 30 വല്ല ഡിഡക്ഷനും
നടത്തിയത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നതിനാണ് ഈ ഒരു ടാബ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എല്ലാ ബോക്സുകളും ഡിസേബിൾഡ് ആണ്. അതിന് കാരണം ഇത് എനാബിൾ ആവണമെങ്കിൽ നാം നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്നുള്ള ടാബിൽ ഡിഡക്ഷനുകൾ നൽകിയതിന് മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ ജൂൺ 30 വരെയുള്ള ഡിഡക്ഷനുകൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് യെസ് ആക്കി മാറ്റണം. അത് യെസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ഷെഡ്യൂൾ ഡി എനാബിൾ ആവുന്നത്. മാത്രമല്ല ഇവിടെ ഏതൊക്കെ കോളങ്ങളിൽ എമൗണ്ട് വരുന്നുണ്ടോ ആ കോളങ്ങളിലെ നേരെയുള്ള രണ്ടാമത്തെ ബോക്സ് മാത്രമാണ് എനാബിൾ ആവുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ 80Cയുടെ കോളത്തിൽ മാത്രമേ തുക നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ കോളം മാത്രം എനാബിൾ ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1,50,000 മാർച്ച് 31 ശേഷം ജൂൺ 30 വരെ നടത്തിയിട്ടുള്ള ഏതെങ്കിലും നിക്ഷേപങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന്. ഉദാഹരണമായിട്ട് മാർച്ച് 31 വരെ നമുക്ക് 80Cയിൽ 1,20,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മാർച്ച് 31 ശേഷം ജൂൺ 30 നമ്മളൊരു 30,000 കൂടി ഇൻവെസ്റ്റ് ചെയ്ത് അത് ഈ കൊല്ലം ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 30,000 രൂപ ഇവിടെ ചേർക്കുക. ഓക്കെ, ഇത് കാൽക്കുലേഷനുകളെ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഡിഡക്ഷനുകൾ മാർച്ച് 31 ശേഷം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മാർച്ച് 31 ശേഷം നിക്ഷേപിച്ച തുകകൾ ഇവിടെ കാണിക്കുക. നമ്മൾ ക്ലെയിം ചെയ്ത തുക ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരുന്നതാണ്. ഓക്കെ, തൽക്കാലം ഇവിടെ അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാ ടാബുകളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടാബുകളുടെ മുകളിലോ അതല്ലെങ്കിൽ താഴെയോ കാണുന്ന പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. ഇവിടെ ഓക്കെ, ഇവിടെ ഒരു എറർ കാണുന്നു. അത് ഷെഡ്യൂൾ 80Dയിൽ മെഡിക്ലെയിമുകൾ കാണിച്ചെടുത്ത് നോട്ട് ക്ലെയിമിംഗ് ഫോർ സെൽഫ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്. അപ്പോൾ വിവരങ്ങൾ വെരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു വാർണിംഗ് മെസ്സേജ് കാണുന്നു. ഓക്കെ ബട്ടൺ അമർത്തുക. ഓക്കെ, നമ്മുടെ വിവരങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത വിവരങ്ങളെല്ലാം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇനി ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി പ്രിവ്യൂ PDF എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ആയി ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫർദർ ചെക്കിംഗ് നടത്താം. എല്ലാം കൃത്യമാണെങ്കിൽ നമുക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ ഈ വെരിഫിക്കേഷൻ നടത്തുന്നതിന് OTP ലഭിക്കുന്നതിന് വ്യത്യസ്ത ഓപ്ഷനുകൾ ഇവിടെ കാണുന്നു. ഒന്നാമത്തേത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ ആധാർ OTP ആണ്. പിന്നെ ബാങ്ക് ATM, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഞാനിവിടെ തൽക്കാലം ആധാർ OTP എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ആധാർ OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആധാറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നു. അത് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അത് 2 മിനിറ്റിനകം എൻ്റർ ചെയ്യണം. അത്ര മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ആധാർ OTP എൻ്റർ ചെയ്യുന്നു. സബ്മിറ്റ്. ഓക്കെ, റിട്ടേൺ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഫയലിംഗ് പ്രോസസ്സ്
അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഡാഷ്ബോർഡ് എടുത്തു നോക്കാം. ഡാഷ്ബോർഡിൽ വ്യൂ റിട്ടേൺസ് ഓർ ഫോംസ്, അതിനകത്ത് ഇൻകം ടാക്സ് റിട്ടേൺസ്, സബ്മിറ്റ്. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ റിട്ടേണുകളും കാണുന്നു. ഇപ്രാവശ്യം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള റിട്ടേൺ ആണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതിന് നേരെ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് കാണുന്നു. ഇനി അതിൻ്റെ അക്നോളജ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ ഈ അക്നോളജ്മെൻറ്റ് നമ്പറിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ITR 5 ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ITR 5 ലഭിക്കുന്നു. ഇതിന് താഴെ ഡു നോട്ട് സെൻഡ് ദിസ് അക്നോളജ്മെന്റ് ടു CPC ബാംഗ്ലൂരു എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇനി ഇത് എവിടേക്കും നമ്മൾ അയച്ചു കൊടുക്കേണ്ടതില്ല. ഇതോടുകൂടി നമ്മുടെ ഈ ഫയലിംഗ് പ്രോസസ്സ് അവസാനിച്ചു എന്നാണ് അർത്ഥം. ഓക്കെ.